നമ്മൾ അതിഥി തൊഴിലാളി എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളികൾ അല്ലെ, മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട്, ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്നുണ്ട്. എന്നാലും നമ്മൾ മൊത്തത്തിൽ അവരെ വിളിക്കുന്ന ബംഗാളികൾ എന്നാണ്. ഈ ബംഗാളികളെ മുഴുവൻ ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി തിരികെ വിളിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ, അവർക്ക് പ്രത്യേക ഓഫറോടുകൂടിയാണ് തിരിച്ചു വിളിക്കുന്നത്. അതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. ആ വിളിയിൽ ഈ ബംഗാളികൾ അങ്ങോട്ടേക്ക് പോയാൽ കേരളത്തിലെ കാര്യങ്ങളെല്ലാം വഴിമുട്ടാൻ സാധ്യതയുണ്ട്. നിർമ്മാണ മേഖലയായാലും എന്തിന് അടുക്കള വരെ പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് പോകുമോ എന്ന് സംശയമുണ്ട്. അതെ അതെ അതെ, നമ്മുടെ ഒരു പാട്ട് തന്നെയല്ലേ, എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ വളരെ ഫേമസ് ആണല്ലോ. ബംഗാളി ഇല്ലാത്തത് എവിടെയാണെന്ന് ചോദിക്കുന്നതായിരിക്കും വേണം. നമ്മൾ മുടി വെട്ടുന്നത് മുതൽ, നമ്മുടെ ഉടുപ്പ് തയ്ക്കുന്നത് മുതൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ, എന്തിന് റോഡിലെ പണി വരെ അവർ ചെയ്യുന്നുണ്ട്, വയലിലെ പണി അവർ ചെയ്യുന്നുണ്ട്, മില്ലുകളിൽ അവരുണ്ട്, നമ്മുടെ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ അവർ വളരെ സജീവമായിട്ടുണ്ട്. അതിലാണ് കൂടുതലെന്നാണ് പറയുന്നത്. കൂടുതൽ അവർ അതിലാണ്, കാരണം അവർ കൂടുതൽ പൈസ കിട്ടുന്നതിലാണ്. മറ്റ് പലതിലും അത്രയും പൈസ കിട്ടാറില്ല. ഞാൻ ഈയിടെ ഒരാളെ കണ്ടു, അയാൾ ഞാൻ സാറേ അവിടെ സൈക്കിൾ ട്യൂബ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്, ഇവിടെ അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കാം. അതായത് അയാൾക്ക് കംപ്ലീറ്റ് അറിയാം, അതിന്റെ മെഷീൻ വരെ വാങ്ങിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് വരെ അറിയാം. അപ്പൊ സൈക്കിൾ ട്യൂബ് പൂർണ്ണമായിട്ടും കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ഒരാൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ലേബറേഴ്സ് ഉണ്ട്. നമ്മുടെ മലയാളികൾക്കുള്ളൊരു കുഴപ്പം, നമ്മൾ പണിയെടുക്കില്ല, പണിയെടുക്കുന്ന ഒരുത്തനെ കൊണ്ട് ജോലി ചെയ്യാൻ പോലും നമുക്കറിയില്ല. അത് വലിയൊരു നാശമാണ്. പണിയെടുക്കുന്നവനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുകയില്ല. ഇവിടെ തിരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്, പണിയെടുക്കരുതേന്നാണ്. അയാൾ കഠിനമായിട്ട് ജോലി ചെയ്യുമ്പം അത്രയും ജോലി ചെയ്യേണ്ട, 4 മണിയാകുമ്പോൾ തൊട്ട് സ്ലോ ആയിക്കോണം, 5 മണിക്ക് നമുക്ക് ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഒരാള് ഈയിടെ ഉടമസ്ഥനെ ഓടാ പറ്റി എന്ന് പറഞ്ഞിട്ടു. അപ്പൊ അയാൾ അന്ന് എന്താ ഈ പറ്റി എന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ മലയാളിയായ ഒരു മേസ്തിരി പറഞ്ഞു കൊടുത്തതാണ്, ഇയാൾ കൂടുതൽ ബഹളം വയ്ക്കുന്നെങ്കിൽ, ഉടമസ്ഥൻ പണിയെടുക്കുന്നതിന് ബഹളം വയ്ക്കുന്നെങ്കിൽ പട്ടിയെന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവനത് വാക്ക് വരുന്നില്ല. അതുകൊണ്ട് ഓടാ പറ്റി പറ്റി 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ട് അവൻ അടിയും കൊടുത്തു അയാൾ. എന്നിട്ട് ചോദിച്ചു, ആരടാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അത് മറ്റേ മേസ്തിരി പറഞ്ഞതാണ്, കൂടുതൽ നേരം സാറ് പണി. ഇതാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം. നമ്മൾ ആൾക്കാരെ പണിയെടുപ്പിക്കുന്നതിന് പകരം പണിയെടുപ്പിക്കാതിരിക്കാനാണ് നമ്മുടെ കേമന്മാരുടെ എല്ലാം ജോലി. കാരണം ഇവൻ പണിയെടുത്താൽ എനിക്കും കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അതേസമയം ഇവരെ ഞാൻ പറഞ്ഞില്ലേ, സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ലേബറേഴ്സ് ഉണ്ട്. സൈക്കിൾ ട്യൂബ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, ഹോളോ ബ്രിക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നവൻ, ടൈൽസ് പലതരത്തിലുള്ള ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, ഫർണിച്ചർ പലതരത്തിലുള്ള ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, ചിലർക്ക് നെയ്ത്ത് അങ്ങനത്തെ തുണി നിർമ്മാണം ഇതൊക്കെ അറിയാവുന്നുണ്ട്, ഫിഷർമാനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. എന്തിന് ഈ മെഷീൻ വർക്കുകൾ പലതും ചെയ്യാൻ അല്ല, എന്തിന് നെഹ്റു ട്രോഫിയില് വള്ളം തുഴയുന്നത് പോലെ ഇപ്പൊ ബംഗാളികളായിരിക്കുകയാണ്. കാരണം ആ കയ്യൂക്കില് അവന്റെ ശക്തിയിലും അവന്റെ ദൃഢനിശ്ചയത്തിലും നമുക്ക് ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ കഴിയാറില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് മമത ഇങ്ങനെ ഒരു ഓഫർ വെക്കുമ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇത് നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം നരേന്ദ്രമോദി ഇത്തവണ റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തിയ പ്രസംഗം വളരെ പ്രസക്തമാണ്. BJP നടത്താൻ പോകുന്ന ലൈന് അതിൽ വളരെ ക്ലിയറാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വിദേശികൾ വന്ന് നമ്മുടെ ദരിദ്രനാരായണന്മാരുടെ ചോറിൽ കൈവയ്ക്കുന്നത്, നമ്മുടെ ഭക്ഷണം തട്ടിക്കൊണ്ട് പോകുന്നത് അനുവദിക്കാനാവില്ല. നുഴഞ്ഞുകയറ്റക്കാർ, അതായത് നുഴഞ്ഞുകയറ്റക്കാർ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, BJPയുടെ കണക്കുകൂട്ടലിൽ 2 കോടി ബംഗാളികൾ, അല്ല 2 കോടി ബംഗ്ലാദേശുകാർ ഇവിടെ ഉണ്ട്. അതെല്ലാം കാലാകാലങ്ങളിലായി ഇവിടെ 71 മുതലുള്ള ചിലതുണ്ട്, അതൊക്കെ ഇവിടെ സെറ്റിലായി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും വൻതോതിൽ നുഴഞ്ഞുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 71-ലാണ് ആദ്യമായിട്ട് ഈ വിഭജനത്തോടു കൂടി പാകിസ്ഥാനിൽ നിന്ന്, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഒത്തിരി പേര് ബംഗാളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അഭയാർത്ഥികൾ, നമുക്കറിയാലോ, ബംഗ്ലാദേശി അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്ത് ഓർമ്മയുണ്ട്. അന്ന് 1 കോടിയോളം ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ അവരിവിടെ സെറ്റിലായിട്ടുണ്ട്. അതിന് പുറമെ പിന്നെയും ഇവരുടെ ബന്ധുക്കൾ, ഇവർ പറഞ്ഞറിഞ്ഞ ഒരുപാട് പേര് നുഴഞ്ഞു കയറി ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇപ്പോഴും ഇന്ത്യക്കാരല്ലാതെ നിൽക്കുന്നവരുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ID കാർഡോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു ആധാർ കാർഡ് എവിടെയെങ്കിലും ഒപ്പിച്ച് പിന്നെ ചിലപ്പോൾ ഒരു വോട്ടർ ID ഒക്കെ ഒപ്പിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് യഥാർത്ഥ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനുള്ള അവകാശമില്ല. ഇതാണ് SIR വന്നിരിക്കുന്നത്. നമ്മുടെ ബീഹാറിലെ 65 ലക്ഷം പേരെ പുറത്താക്കിയെന്ന് പറഞ്ഞതിൽ വലിയൊരു വിഭാഗവും ഇത് തന്നെയാണ്. ഇത്തരത്തിൽ വന്നവരെയൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അപാകതകൾ പരിഹരിക്കുന്നതിനാണ് ഇപ്പം വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ജാഥയും ബഹളവും ഒക്കെ നടക്കുന്നത്. ഇത് മമതയ്ക്കറിയാം. ഇപ്പൊ ബീഹാർ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ബംഗാൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അവിടെയും ഈ SIR വരും. നമ്മളോടൊപ്പം സമഗ്ര നമ്മളോടൊപ്പമാണ് അവരുടെയും ഇലക്ഷൻ വരിക. അപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക തയ്യാറാക്കാൻ SIR തയ്യാറാക്കാനായിട്ട് വരുമ്പം ഇതുപോലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഡ്രൈവ് അവിടെ വരും. ആ സമയത്ത് ഇവരെ പലരെയും കണ്ടെത്തി ഇപ്പം മമതയുടെ വോട്ടായി നിൽക്കുന്ന റോഹിംഗ്യൻസ് പലരെയും അവിടുന്ന് വോട്ടില്ലാത്തവരാക്കുകയെങ്കിലും ചെയ്യുകയും കുറെ കാലക്രമേണ ഇവരെ മാറ്റണമെന്ന് പറയുകയും അത് മമതയ്ക്ക് തിരിച്ചടിയാണ്. മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. മമതയ്ക്ക് അത്തരത്തിലുള്ള ഓരോ പ്രത്യേകിച്ച് ഈ കിഴക്കൻ ഭാഗങ്ങളിൽ, ബംഗ്ലാദേശിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വരുന്ന ജില്ലകൾ, മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ റോഹിംഗ്യൻസിന്റെ അളവ് വളരെ കൂടുതലാണ്. പല മണ്ഡലങ്ങളും മുസ്ലിം ഡോമിനന്റ് ആണ്. അവിടെയെല്ലാം മമതയാണ് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മമതയ്ക്ക് അങ്ങനെയാണ് എപ്പോഴും BJPയേക്കാൾ വൻ ഭൂരിപക്ഷം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് തകർക്കാനായിട്ട് BJP ശ്രമിക്കുമെന്ന് മമതയ്ക്കൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ ബംഗാളികൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നിന്ന് അവരെ തിരിച്ചു വിളിക്കണമെന്നാണ്. ഇപ്പം കേരളത്തിലെ കണക്കനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ബംഗാളികളിൽ ഏതാണ്ട് 40% ബംഗാളികൾ നമ്മൾ വിളിക്കുന്നത് ബംഗ്ലാദേശുകാരെ മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ. അത് കറക്റ്റാണ്. കാരണം ബീഹാറിൽ നിന്ന് വന്നത്, ആസാമിൽ നിന്ന് വന്നത് എല്ലാം നമ്മൾ ബംഗാളികളായിട്ട് പോകുന്നത്. ശരിക്കും ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ ബംഗാളിൽ തന്നെ ബേസ് ആക്കിയിട്ട് പിന്നെ ഇവിടെ വന്നവർ 41% ഉണ്ട്. അപ്പൊ അവരെയാണ് മമത തിരിച്ചു വിളിക്കുന്നത്. പക്ഷേ തിരിച്ചു വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്നത് വരെ 5000 രൂപ സ്പെഷ്യൽ സ്റ്റൈഫൻഡ്, ശ്രമശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതാണ് പാക്കേജാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ താമസ സൗകര്യം, വിദ്യാഭ്യാസം, ഹെൽത്ത്, ഇങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ ആലോചിച്ചു കൊണ്ടുവരും. കാരണം ഓരോ വോട്ടും മമതയ്ക്ക് വിലയേറിയതാണ്. പക്ഷെ ഈ ഓഫറിൽ ഇവിടുന്ന് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂലി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ അവരുടെ ഗൾഫാണല്ലോ. അതെ. അപ്പൊ ആ ഓഫറിൽ വീഴും അവര്? തീർച്ചയായിട്ടും വീഴില്ല. കാരണം നമ്മൾ ആലോചിക്കാമല്ലോ, ഞാനോ താങ്കളോ ഇപ്പൊ ബോംബെയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു പിണറായി വിജയനോ അല്ലെങ്കിൽ നാളെ ഒരു VD സതീശനോ നമുക്കൊരു ആഹ്വാനം തരികയാണ്, നിങ്ങളെല്ലാം കുറ്റിയും പറിച്ചെങ്കിൽ പോരെ, ഇവിടെ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ തരുമെന്ന് പറഞ്ഞാലും നമ്മൾ വരൂ. നമ്മൾ സെറ്റിലായ ഒരു സെറ്റപ്പായി അവിടെ നിൽക്കുന്നു, നമ്മുടെ മക്കളെ അവിടെ പഠിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ വരില്ല. പിന്നെ ഇവിടെ ഒരു ഗതിയുമില്ലാതെ പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് പേര് വല്ലതും പോയാലേ ഉള്ളൂ. അല്ലാതെ വലിയ തോതിലൊരു പോക്ക ഉണ്ടാവില്ല. കാരണം അവർക്ക് അവിടെ അറിയാം ബീഹാറിലെയും ബംഗാളിലെയും അവസ്ഥ വളരെ മോശമാണ്. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പണിയും ചെയ്യാതെ 1200 രൂപ വരെ വാങ്ങിക്കുന്നവരുണ്ട്. ഈ കയ്യാളായിട്ട് പിന്നെ ഈ ആശാരിയുടെ ഒക്കെ കൂടെ പോകുന്നവർ തന്നെ 1200 രൂപ വരെ കിട്ടുന്നവരുണ്ട്. 1000 രൂപ കണിശമായിട്ടും കിട്ടുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് പോകുന്നവർക്ക്. ഫിസിക്കൽ ലേബർ ചെയ്യുന്നവർക്ക് 1100 രൂപ വരെ കിട്ടുന്നുണ്ട്. പറമ്പ് കിളയ്ക്കാനും ഒക്കെ പോവുക, കാട് വെട്ടി തെളിക്കാനും ഒക്കെ പോകുന്നവർ എല്ലാവർക്കും നല്ല പൈസയാണ് കിട്ടുന്നത്. അവരത് മുഴുവൻ സേവ് ചെയ്യാണ്. ഒരു മാസം 30,000 രൂപ സേവ് ചെയ്ത് ഇവിടുന്ന് അയക്കുന്നു. കാരണം ഇവർ ഈ 1000 രൂപ കിട്ടുന്നത് ഞായറാഴ്ച ഉൾപ്പെടെ അവർ പണിയെടുക്കും. 30 ദിവസം നിന്ന് പണിയെടുത്ത് 30,000 രൂപ ഉണ്ടാക്കും. അതിന് പുറമെ ഏതെങ്കിലും ചിങ്കിടി പണികൾ, ചെറുത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ്റെ വീട്ടു ചെലവിനുള്ള പൈസ, അത് വേറൊന്നുമില്ല. ഒരു അരി വേവിച്ച് വയ്ക്കും, കുറച്ച് ദാലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും, അതിനും ദാൽ കറി, ഇത്രയുള്ള അവരുടെ ആകെ. പിന്നെ ഒരു മൊബൈൽ ഫോണും, പിന്നെ അത് ചാർജ് ചെയ്യാൻ, അത് വളരെ നിസ്സാരമായ കാര്യമാണ്. ആ ചാർജ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അവരുടെ പരിപാടി. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു സ്ലം പോലുള്ള ഒരു വീട്ടിൽ 10-20 പേര് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഈ സെറ്റപ്പിൽ അവർ പൈസ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആസാമിൽ നിന്ന് വന്ന 2-3 പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരവിടെ വസ്തുവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. 5-6 വർഷം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോകും സാറേ. കാരണം അവിടെ നമുക്ക്
ഏക്കർ കണക്കിന് വസ്തുവായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ കൃഷി ചെയ്യാം. ആ കൃഷി ഇപ്പം തന്നെ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനിത് കുറച്ചുകൂടെ വസ്തുവൊക്കെ വാങ്ങിക്കാനുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒരു ഏക്കർ കണക്കിന് വസ്തുവായി ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിരുന്ന ഒരാളുണ്ട്. അയാൾ എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ കട കൂട്ടേണ്ടി വന്നു, കാരണം എല്ലാം കൂടെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോയി. ഇവൻ ഈ ടെക്നിക്കെല്ലാം പഠിച്ചു. എങ്ങനെയാണ് ഈ ബേക്കറി സാധനങ്ങൾ, ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സമോസ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം അവൻ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് അപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന പൈസ കൊണ്ട് അവിടെ ഒരു കട വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവിടെ പോയി ഒരു ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയാളുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടുണ്ട്. അത് അവിടെ അവൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ ഇത് തൊട്ട് തൊഴുതിട്ടേ അവൻ കട തുറക്കുള്ളൂ. അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ ബുദ്ധിമാന്മാരായിപ്പോയി. അതുകൊണ്ട് മമതയുടെ ഈ 5000 രൂപയും പിന്നെ കിടക്കാൻ രൂപയുടെയും പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ബംഗാളി പോകില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗതിയില്ലാത്ത ചിലരൊക്കെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നവർ പോയാലേ ഉള്ളൂ. വലിയ തോതിലുള്ള ബംഗാളികൾ പോകാൻ വഴിയില്ല. ഇതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ടാണെന്ന് അവർക്കും അറിയാമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.